ഡോക്ടറെ 65-ാം വയസ്സിലും സൈക്കോജനിക് ഇഡിയോ? ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? എനിക്ക് വയസ്സ് 65 ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാം. ഡോക്ടറുടെ പല വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ഡോക്ടർ പറയുന്നതും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വയസ്സ് 65 ഇതങ്ങനൊന്നുമല്ല, ഇത് ശാരീരികമാണ്. ഞാൻ പറഞ്ഞു അല്ല, കാരണം എല്ലാ ടെസ്റ്റുകളിലും നോർമലാണ്. 65 വയസ്സായെങ്കിലും 16-ാം വയസ്സിൽ പാറിപ്പറക്ക് നടക്കുന്ന ശലഭങ്ങളെപ്പോലെ ഓടി നടക്കുന്ന മനുഷ്യൻ, അരോഗ ദൃഢഗാത്രൻ, ഓവർ വെയ്റ്റ് ഒന്നുമില്ല, ഒത്ത ശരീരം, ഉയരം, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, 65-ാം വയസ്സിലെ യുവാവ്, യുവത്വം തുളുമ്പുന്ന ഭാഗ്യവാൻ. അങ്ങനെയാണ് ഞാൻ നോബലിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉദ്ധാരണക്കുറവ്. ഏതാണ്ട് കുറച്ച് നാളായിട്ടൊന്നും ഇല്ലാതിരുന്നതാണ്. അടുത്ത സമയത്ത് ബന്ധപ്പെട്ടപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അതാണ് പെട്ടെന്ന് തന്നെ വന്ന് കാണാൻ കാരണം. ഇതിനു മുമ്പ് അങ്ങനൊരു കുഴപ്പമില്ലായിരുന്നു. ടെസ്റ്റുകളെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. കാരണം പല വീഡിയോയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഉദ്ധാരണക്കുറവ് വരാനിരിക്കുന്ന ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയാകാം. അതുകൊണ്ട് തന്നെ വല്ല ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുമാണോ എന്നുകൂടി ശങ്കിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു കാർഡിയാക് ഇവാലുവേഷൻ വേണം. അതെല്ലാം ചെയ്തു. നോർമലായിട്ടുള്ള റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു, കാർഡിയാക് ഇവാലുവേഷൻ ചെയ്തു, എല്ലാം നോർമലാണ്. അപ്പോഴാണ് സ്കാൻ കൂടെ ചെയ്ത് നോക്കാം. പിന്നെ ഈസ് പെർഫെക്റ്റ്ലി നോർമൽ. ബ്ലഡ് ഫ്ലോ ഒക്കെ ഒരു 10-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ശരീരത്തിലുള്ളതുപോലുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെയാണ്. ഒരു അബ്നോർമാലിറ്റിയും കണ്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ഇതിൽ എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, ഇത് ഫിസിക്കലല്ല, ആവാൻ വഴിയില്ല. കൂടുതൽ ഹിസ്റ്ററി വീണ്ടും ചെകഞ്ഞെടുത്തപ്പോഴാണ് പറയുന്നത്, അല്ല ഡോക്ടറെ, ഭാര്യയുടെ അടുത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പിന്നെന്താ പറ്റിയത്? പിന്നെ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അങ്ങേരും മരിച്ചുപോയി. മരിച്ചു പോയിട്ട് 4-5 വർഷമായി. പക്ഷേ ഞങ്ങൾ നല്ല കുടുംബ സുഹൃത്തുക്കളാണ്. ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചിലപ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന നല്ല അടുപ്പമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇടയ്ക്ക് ആ സ്ത്രീ എന്നോടൊരു താല്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി. പക്ഷേ പിന്നീട് അവർ നിർബന്ധിച്ചപ്പോൾ എനിക്ക് തടയാനായില്ല. എൻ്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഞാൻ ജീവിതത്തിലൊരിക്കലും എൻ്റെ ഭാര്യയല്ലാതെ മറ്റാരുമായും ബന്ധപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലൊരല്പം പേടി ഉള്ളൊന്ന് പടഞ്ഞു. എങ്കിലും അവരുടെ ആഗ്രഹമല്ലേ, ഭർത്താവ് മരിച്ചുപോയി, വർഷങ്ങളായി, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ശ്രമിച്ചു. പക്ഷേ ഒട്ടും ഉദ്ധാരണം കിട്ടിയില്ല. ഒരനുഭവമുള്ളൂ അങ്ങനെ. പിന്നീട് ആ വഴിക്ക് അദ്ദേഹം പോയിട്ടില്ല. ഇതേപ്പറ്റി അല്പം കുറ്റബോധവുമുണ്ട്. ഇതെല്ലാം ചികഞ്ഞെടുത്തപ്പോഴാണ് കാര്യം വ്യക്തമായത്. ആ സമയത്തുണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന ആശങ്കയും കുറ്റബോധവുമാണ് ഈ ഉദ്ധാരണം നഷ്ടപ്പെടാനുള്ള കാരണം. വേണ്ടത്ര ഉദ്ധാരണം വന്നില്ല. ഒരു ചെറിയ ഇറക്ഷൻ കുറേ ശ്രമിച്ചപ്പോൾ വന്നെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഈ സംഭവത്തോടെ അദ്ദേഹം ഡിപ്രസ്ഡായി. പെട്ടെന്നൊരു ഉദ്ധാരണം നഷ്ടപ്പെടൽ. അതിന് ഏതാണ്ട് 2-3 ആഴ്ച മുൻപ് വരെ ഭാര്യയുമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ബന്ധപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് പെട്ടെന്ന് പരിശോധനയ്ക്ക് വേണ്ടി ഓടിയെത്തിയത്. അപ്പോൾ 65-ാം വയസ്സിലും സൈക്കോജനിക് ഇ ഡി സംഭവിക്കാം, പക്ഷെ കോമൺ അല്ല എന്ന് മാത്രം. സൈക്കോജനിക് ഇ ഡി കൂടുതൽ കാണുന്നത് ഒരു 10-50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലാണ്. പക്ഷേ അപൂർവമായിട്ട് പ്രായം കൂടിയാലും ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. അദ്ദേഹത്തിന് വേണ്ട കൗൺസിലിങ്, സൈക്കോതെറാപ്പി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ട് വേണ്ടിയിരുന്നത്. ചെറിയ ഡോസിൽ മരുന്ന് നമ്മുടെ ഡോക്ടേഴ്സ് കൊടുത്തു. ആ പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഏത് പ്രായത്തിലും ടെൻഷൻ ബാധിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.